അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅ്മതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് വബിഫദ്ലിഹി തസൂലുൽ മുലിമ്മാത്ത് വനഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ അന്നബിയ്യിൽ മുഖ്താർ وعلى آله وصحابه الأبرار وعلى من اتبعهم بإحسان من المؤمنين الأخيار أما بعد. കാപ്പാട് ജാമിയ ഐനുൽ ഹുദയിലെ വിദ്യാർത്ഥി സംഘടന അൽ ഇഹ്സാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിലെ മാതൃകകളെ നമ്മൾ പഠിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. വൈവാഹിക ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകകൾ ധാരാളമുണ്ട്. അതിൽ നിന്നെല്ലാം ചിലത് മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ ഉസ്വത്തുൻ ഹസന എന്ന ഈ കോഴ്സ് 15 എപ്പിസോഡുകളായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. ആയതിനാൽ തന്നെ പരിമിതമായ ഈ സമയമായതിനാൽ വൈവാഹിക ജീവിതത്തിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകകളെ താൽക്കാലികമായി നമ്മളിവിടെ നിർത്തി നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ സമീപിക്കേണ്ട മറ്റു പലരുമുണ്ട്. ഉദാഹരണത്തിന് മക്കൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, പേരക്കുട്ടികൾ. അവരോടെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് മക്കളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. മാതാപിതാക്കളിൽ നിന്നും മക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ശരിയായ പരിപാലനമാണ്, തർബിയത്ത്, നേർച്ചറിങ്. മക്കൾ നമ്മുടെ അമാനത്ത് സ്വത്താണ്. അള്ളാഹു നൽകിയ അമൂല്യമായ അനുഗ്രഹമാണ് മക്കൾ. ഓരോ കുട്ടിയുടെയും ജീവിത ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് രക്ഷിതാക്കളിലൂടെയാണ്. സുകൃതം ചെയ്യുന്ന മക്കളാണ് ഇന്നിൻ്റെയും നാളെയുടെയും പ്രതീക്ഷ. ഒരാൾ മരിച്ചാൽ അവൻ്റെ എല്ലാ പ്രവൃത്തികളും അതോടെ അവസാനിക്കും. 3 കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് അവന് ഉപകരിക്കുക. 1, അവൻ ചെയ്ത ജാരിയായ സ്വതക്കകൾ. 2, ഉപകാരപ്രദമായ ജ്ഞാനം. അതിൽ 3-ാമത്തേത് മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. പ്രിയരെ, പരിപാലനത്തിൻ്റെ, തർബീയത്തിൻ്റെ കാതൽ കരുണയും വാത്സല്യവുമാണ്. കുട്ടികളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ, അവർക്ക് നമ്മൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾ, പ്രചോദനങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ ക്രിയാത്മക പ്രതിഫലനം സൃഷ്ടിക്കും. തിരുദൂതരുടെ കുടുംബജീവിതത്തിൽ ധാരാളം മാതൃകകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം അവിടുത്തെ മക്കളെ ഒന്ന് പരിചയപ്പെടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. 3 ആൺമക്കളും 4 പെൺമക്കളും. ആദ്യത്തെ മോൻ ഖാസിം എന്നവരാണ്. ആ മോനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബുൽ ഖാസിം എന്ന ഓമനപ്പേര് അല്ലെങ്കിൽ കുഞ്ഞത്ത് വിളിക്കുന്നത്. അബ്ദുള്ള, ഇബ്രാഹിം എന്നീ 2 ആൺമക്കൾ. ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം, ഇങ്ങനെയുള്ള 3 ആൺമക്കളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ പരീക്ഷണം, ചെറുപ്പത്തിൽ തന്നെ ഈ 3 ആൺമക്കളും മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഖാസിം എന്നവരുടെയും അബ്ദുള്ള എന്നവരുടെയും മാതാവ് ഖദീജ റളിയല്ലാഹു അൻഹയാകുന്നു. എന്നാൽ ഇബ്രാഹിം എന്ന മോൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത് പ്രിയ പത്നി മാരിയത്തുൽ ഖിബ്തിയയിൽ നിന്നാണ്. പിന്നെയുള്ള 4 പെൺമക്കളുടെയും മാതാവ് മഹദി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. റുഖിയ ബിബി റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, സൈനബ് ബിബി റളിയല്ലാഹു അൻഹ, അവസാനത്തെ മോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. ഈ 4 മക്കളുണ്ടായതും
ഖദീജ ബിവി റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. അപ്പോൾ 7 മക്കളിൽ 6 മക്കളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിച്ചത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഒരു മകൻ അഥവാ ഇബ്രാഹിം എന്ന മകൻ ഉണ്ടായത് മാരിയത്തുൽ ഖിബ്തിയിൽ നിന്നുമാണ്. ഇതിൽ സൈനബ് ബിവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അബുൽ ആസ് എന്നവരായിരുന്നു. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മകളായ റുഖിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബദ്ർ യുദ്ധത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ബദ്ർ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് റുഖിയ ബീവി റളിയല്ലാഹു അൻഹ രോഗം പിടിപെട്ട് മദീനയിൽ വിശ്രമത്തിലായിരുന്നു. റമദാൻ മാസത്തിൽ തന്നെയാണ് മഹദി റുഖിയ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മൂന്നാമത്തെ മകളായ ഉമ്മു കുൽത്തൂം റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. നാലാമത്തെ മോൾ അഥവാ അവസാനത്തെ മോൾ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവാണ് കല്യാണം കഴിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 4 പെൺമക്കളെയും നല്ല ഭർത്താക്കന്മാരെ തെരഞ്ഞെടുത്ത് കല്യാണം കഴിപ്പിച്ചു എന്നർത്ഥം. ആൺമക്കളുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപഴകുന്ന ചരിത്രം കൂടുതൽ നമുക്ക് പറയാനില്ല. കാരണം 3 ആൺമക്കളും ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം മരണപ്പെട്ടിട്ടുണ്ട്. എത്രമാത്രം ബിവി, അതും തന്നെ 2 വയസ്സ് 1.5 വയസ്സ് പ്രായത്തിലാണ് ഇവരൊക്കെ മരിക്കുന്നത്. ഖാസിം എന്നവർ മരിച്ച സമയത്ത് ബിവി ഖദീജ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുന്നുണ്ട് നബിയോട്, നബിയെ, മുലപ്പാൽ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്, മുലകുടി പൂർത്തിയാകുന്നത് വരെയെങ്കിലും അവന് അള്ളാഹു ആയുസ് നൽകിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. അന്നേരം മഹദി ഖദീജ റളിയല്ലാഹു അൻഹയെ സമാധാനപ്പെടുത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവനെ സ്വർഗീയ മഹിളകൾ മുലയൂട്ടുന്നുണ്ട്, അവരുടെ മടിയിൽ കിടന്ന് അവൻ കൊഞ്ചിക്കൊയ്യുന്ന ശബ്ദം ഞാൻ നിനക്ക് കേൾപ്പിച്ചു തരാം വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ മഹദി പറയുന്നു, അത് വേണ്ട നബിയെ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു, അത് മതി എനിക്ക്, ഞാനത് ഉൾക്കൊണ്ടു, എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞ് ആ പരീക്ഷണത്തിലും സംതൃപ്തരായി ജീവിച്ച കുടുംബമായിരുന്നു നബി തങ്ങളുടേത്. അന്ന് മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും പെൺകുട്ടികൾ അതൊരു അപമാനമായി കാണുന്നൊരു കാലം ചരിത്രം എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പെൺമക്കളെ അഭിമാനമായി കാണുകയും കുടുംബത്തിൽ അവർ അനുഗ്രഹമാണെന്ന് പറയുകയും നല്ല പോലെ പെൺമക്കളെ പരിപാലിച്ച് പോറ്റി വളർത്തിയാൽ നാളെ നരകത്തിൽ നിന്നും അവരൊരു കവചമായി മാതാപിതാക്കൾക്ക് ഉണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിച്ചു, ജീവിച്ചു കാണിച്ചു തന്നു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ കാന അഷ്ബഹ സംതൻ വ ഹദിയൻ വ ദല്ലൻ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീര ഭാവ പ്രകടനത്തിൽ തുല്യരായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പകർപ്പായിരുന്നു മഹദി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ. അവർ തമ്മിൽ ആ ഉപ്പയും ആ മകളും ആ മോളും തമ്മിലുള്ള ആ ഒരു ഹൃദയബന്ധം, ആ സ്നേഹത്തിൻ്റെ അടുപ്പം വല്ലാത്തതായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, കാനത്ത് ഇദാ ദഖലത് അലൈഹി, എങ്ങാനും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക്, അഥവാ അലി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്നും ഫാത്തിമ ബീവി ഉപ്പയെ കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ ഫാത്തിമ ബീവി വരുന്നത് കണ്ടാൽ തന്നെ ഖാമ ഇലൈഹ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. അതാ ബഹുമാനിച്ചാദരിച്ച് ഉപ്പ എഴുന്നേറ്റ് നിൽക്കും. ഫഅഖദ ബിയദിഹ, അവരുടെ കൈ പിടിക്കും. വ ഖബ്ബലഹ, ചേർത്തു പിടിച്ച് അവരെ ചുംബിക്കും. വ അജ്ലസഹ ഫി മജ്ലിസി, നബിത്തങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ മഹദി ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുപോയിരുത്തും.
ഇനി മകളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മഹദി പറയുന്നു, വക്കാന ഇദാ ദഖല അലൈഹ, പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിൻ്റെ വീട്ടിൽ സന്ദർശകരായിട്ട് പോവാറുണ്ടായിരുന്നു. അങ്ങനെ നബിത്തങ്ങൾ പോകുന്ന സമയത്ത് നബിത്തങ്ങൾ വരുന്നത് കണ്ടാൽ ഖാമത്ത്, മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിൽക്കും. ഫഅഖദത് ബിയദിഹി, അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ പിടിക്കും. ഫഖബ്ബലതുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ച് ചുംബിക്കും. വഅജ്ലസതുഹു ഫി മജ്ലിസിഹ, അവരുടെ ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി തിരുദൂതരെ കൊണ്ടുപോയി ഇരുത്തും. ഒരു ഉപ്പയും മോളും തമ്മിലുള്ള ഈ ഹൃദയബന്ധത്തിൻ്റെ ചരിത്രങ്ങൾ ധാരാളം കാണാൻ പറ്റും. ഈ ഹദീസ് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു 5217 ഹദീസായിട്ടും ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു 3872 രണ്ടാമത്തെ ഹദീസായിട്ടും ഇമാം നസായി റളിയല്ലാഹു അൻഹു 8369 ഹദീസായിട്ടും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഒരു പിതാവ് പുത്രി ബന്ധം ആദരവിലും സ്നേഹത്തിലുമായിരുന്നു എന്നർത്ഥം. സ്നേഹനിധിയായ ആ ഉപ്പയോട്, തിരുദൂതരോട് അവിടുത്തെ മക്കൾക്കും വല്ലാത്ത സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു, ആദരവായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം തന്നെ നോക്കാം. പ്രായമാകും മുമ്പേ വാത്സല്യനിധിയായ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. മൂത്ത സഹോദരിമാർ വിവാഹിതരായി വീട് വിട്ടിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തനിച്ചാണ്. ഉപ്പയുടെ തണലിലാണ് ജീവിച്ചത്. ഫാത്തിമ ബീവി ഉപ്പക്ക് തണലായി അവർ ജീവിച്ചു. ചരിത്രത്തിലൊരു സംഭവം, പ്രബോധനത്തിൻ്റെ ആദ്യ നാളുകളിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിൻ്റെ ചെരുവിൽ നമസ്കരിക്കുമ്പോൾ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള 6 പേരടങ്ങുന്ന ഒരു സംഘം ഒട്ടകത്തിൻ്റെ ചീഞ്ഞ കുടൽമാല കൊണ്ട് സുജൂദിൽ കിടക്കുന്ന തിരുദൂതരുടെ തോളിൽ കൊണ്ടുപോയിടുന്നൊരു രംഗമുണ്ട്. എഴുന്നേൽക്കാൻ കഴിയാത്ത ഉപ്പയെ വെറും 12-13 വയസ്സുള്ള പുന്നാരമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടി വന്ന് അത് എടുത്തു മാറ്റി ആ കാട്ടാളന്മാരോട് കയർത്തുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ ശേഷം ഉപ്പയുടെ തിരുനെറ്റിയിൽ സ്നേഹാദരവുടെ ചുടുമുത്തങ്ങൾ നൽകുന്ന, ആശ്വസിപ്പിക്കുന്ന മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കാണുന്നുണ്ട്. ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം നബി തങ്ങൾക്കൊരു തണലായി, ഒരു തുണയായി ആ മകൾ കൂടെ നിന്നിട്ടുണ്ട്. മലയാളത്തിൻ്റെ കവി വള്ളത്തോൾ നബുംസ്നാനം എന്ന തൻ്റെ കവിതയിൽ വളരെ മനോഹരമായിട്ടെല്ലാം അത് ആവിഷ്കരിക്കുന്നുണ്ട്. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിപ്പിച്ചതിന് ശേഷവും അവിടുത്തെ ആ ബന്ധം സുദൃഢമായിരുന്നു. എപ്പോഴും തുണയായി, തണലായി കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ പിന്തുണയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിരുന്നു. നമുക്കൊരു ചരിത്രത്തിലേക്ക് പോകാം. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നു. ജാഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫലം യജിദ് അലിയൻ ഫിൽ ബൈത്തി. അന്നേരം അവിടുത്തെ പ്രിയതമൻ, മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയതമൻ അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടില്ല. അന്നേരം നബി തങ്ങൾ ചോദിച്ചു, ഐനബ്നു അമ്മിക്കി, എവിടെ ഫാത്തിമ, നിൻ്റെ പ്രിയ ഭർത്താവ് എവിടെ പോയി? ഐനബ്നു അമ്മിക്കി എന്ന് ചോദിക്കാൻ കാരണം നിങ്ങളുടെ പിതൃ സഹോദരൻ്റെ പുത്രൻ എവിടെയാണെന്നാണ് അവിടെ ചോദ്യം. അതിന് കാരണം അലി റളിയല്ലാഹു അൻഹു അബൂ ത്വാലിബിൻ്റെ മകനാണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ്. അബൂ ത്വാലിബ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ. നബി തങ്ങളുടെ ഉപ്പ അബ്ദുള്ള എന്നവരുടെ സഹോദരനാണ് ആര്? നബി തങ്ങൾക്ക് ഒരുപാട് സംരക്ഷണമേകിയവരാണ് അബൂ ത്വാലിബ്. അവരുടെ മോനാണ് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഐനബ്നു അമ്മിക്കി, നിൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രൻ എവിടെ എന്ന് ചോദിക്കുന്നത്. അഥവാ അലി റളിയല്ലാഹു അൻഹു എവിടെയാണ്? ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, നബിയെ, കാന ബൈനി വ ബൈനഹു ഷൈഉൻ, എൻ്റെയും അവർക്കുമിടയിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പറയുന്നുള്ളൂ. കാന ബൈനി വ ബൈനഹു ഷൈഉൻ. ഈ ചരിത്രത്തിൽ ഒരുപാട് പഠിക്കാൻ നമുക്കുണ്ട്. എൻ്റെയും അവർക്കുമിടയിൽ ഒരു ചെറിയ സംഗതി, ഒരു ചെറിയ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിട്ടുണ്ട്. ഫഗാലബനി, അങ്ങനെ എന്നോട് അല്പം ദേഷ്യം പിടിച്ച് ഫഖറജ, മൂപ്പര് ഇറങ്ങിപ്പോയതാണ്. ഫലം യൊക്കിൽ ഇന്ദി, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, എങ്ങോട്ടാ പോകുന്നതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച സമീപനം നോക്കണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുർ ഐന ഹുവ,
എവിടെയാണ് അലി എന്ന് ഒന്ന് തെരഞ്ഞു നോക്കൂ എന്ന് അനുജരോട് കൽപ്പിച്ചു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, കൂടുതൽ ചോദ്യങ്ങൾ പിന്നെ ഫാത്തിമ ബിയോട് ചോദിക്കുന്നില്ല. എന്താണ് പ്രശ്നം, എന്താ സംഭവിച്ചത്? ആ വൈകാരികമായി നിൽക്കുന്ന രംഗത്ത് ആ വ്രണം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുനിഞ്ഞിട്ടില്ല. പകരം സ്വാഭാവികമായി ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കമായിട്ട് തന്നെ മുത്തുനബി തങ്ങൾ അത് കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കിട്ടി, ഹുവ ഫിൽ മസ്ജിദി റാഖിദുൻ, അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ നേരെ പള്ളിയിലേക്ക് വന്നു. വഹുവ മുൽത്തജിഉൻ, അന്നേരം അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പള്ളിയിൽ കിടക്കുന്നുണ്ട്. ഖദ് സഖത റിദാഅഹു ഫഅസാബഹു തുറാബുൻ, അദ്ദേഹത്തിൻ്റെ മേൽമുണ്ട്, ഉറങ്ങുന്ന സമയത്ത് മേൽമുണ്ട് വീണ് പോയിട്ടുണ്ട്. അതിനാൽ തന്നെ ശരീരത്തിലെ പല ഭാഗങ്ങളിലും പള്ളിയിലെ നിലത്തുള്ള മണ്ണായിട്ടുണ്ട്. അന്നൊക്കെ പള്ളികളിലെ നിലം ഇന്നത്തെ പോലെ ടൈൽസോ മാർബിളോ ഒന്നുമല്ലല്ലോ, പകരം മണലായിരിക്കും. ആ മണൽ അലി റളിയല്ലാഹുവിൻ്റെ ശരീരത്തിലായിട്ടുണ്ട്. അങ്ങനെ കിടക്കുന്ന അലി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ആരാ ചെല്ലുന്നത്? അമ്മോശൻ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അൻഹു, ആ പൊടി, ആ മണ്ണ് അലി റളിയല്ലാഹുവിൻ്റെ ശരീരത്തെ തൊട്ട് ഇങ്ങനെ തടഞ്ഞു കൊടുത്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഹുവ യഖൂൽ ഖും യ അബാ തുറാബ്, ഖും യ അബാ തുറാബ്, ഓ മണ്ണിൻ്റെ ആളെ ഒന്ന് എഴുന്നേൽക്കൂ. ഖും യ അബാ തുറാബ്. തുറാബ് എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ മണ്ണ് എന്നാണ്. അബ് എന്ന് പറഞ്ഞാൽ പിതാവ് എന്നാണെങ്കിലും ഇതൊരു അറബി ശൈലിയാണ്. നമ്മളൊരു മണ്ണിൻ്റെ ആൾ എന്ന അർത്ഥത്തിൽ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഖും യ അബാ തുറാബ്, എഴുന്നേൽക്കൂ. ഈ പേര് പിന്നെ അലി റളിയല്ലാഹു വല്ലാത്ത ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടെ വിളിച്ച പേരാണത്. അതുകൊണ്ട് തന്നെ ഹദീസിൽ കാണാം, മാ കാനലി അലിയിൻ റളിയല്ലാഹു അൻഹു ഇസ്മുൻ അഹബ്ബ ഇലൈഹി മിൻ അബി തുറാബ്, അബൂ തുറാബ് എന്ന ഈ പേരിനേക്കാൾ അലി റളിയല്ലാഹു ഇഷ്ടപ്പെട്ട മറ്റൊരു പേരുണ്ടായിരുന്നില്ല എന്ന്. കാരണം സ്നേഹത്തോടെ മുത്തുനബി തങ്ങൾ തൻ്റെ അമ്മോശൻ മരുമകനെ വിളിക്കുന്ന പേരാണ് അബൂ തുറാബ്. എഴുന്നേൽക്കൂ. എന്നിട്ട് അവരെ സമാധാനിപ്പിച്ചു, ആശ്വസിപ്പിച്ചു, വീട്ടിലേക്ക് പറഞ്ഞയച്ചു. നോക്കൂ, അലി റളിയല്ലാഹുവിനോട് മരുമകനെ ശകാരിക്കാനോ തൻ്റെ മകളെ എന്തിനിത്രം പിണങ്ങി ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെ ശകാരിക്കാനോ, എന്നാൽ ഫാത്തിമ ബിബി റളിയല്ലാഹുവിനെ ശകാരിക്കാനോ, അവിടുത്തെ ആ പ്രശ്നത്തിൽ കൂടുതൽ സങ്കീർണമാക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുനിഞ്ഞില്ല. മകളുടെയും മരുമകൻ്റെയും ഇടയിലുള്ള ആ കുടുംബജീവിതത്തിൽ രമ്യമായി, ശാസ്ത്രീയമായി, മനഃശാസ്ത്രപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹരിക്കുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നിർമ്മിച്ചെടുക്കുക, അവരുടെ കൽബിൽ സ്നേഹം വിതരുക എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ദൗത്യം തന്നെ. നമ്മുടെ കുടുംബജീവിതത്തിലും അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അതിൽ കൂടുതൽ സങ്കീർണതയിലേക്ക് നമ്മൾ മകളെ കെട്ടിച്ചയച്ച അവരുടെ വീട്ടുകാരുമായിട്ടാണെങ്കിലോ ഈ മരുമക്കളും അതുപോലെ തമ്മിലുള്ള അവരുടെ കുടുംബ ബന്ധത്തിലാണെങ്കിലോ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് വലിയ പ്രശ്നങ്ങളാക്കുന്നതിന് പകരം സ്വാഭാവികമായും ഉണ്ടാകുന്ന സൗന്ദര്യപ്പിണക്കങ്ങളെ ആ രീതിയിൽ തന്നെ എടുത്ത് അത് കൂടുതൽ അടുപ്പത്തിലേക്ക് നീങ്ങാൻ കാരണമാണ് ഉണ്ടാവേണ്ടത്. മക്കളോട് വന്ന് മാത്രമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് കുട്ടികളോടാണെങ്കിലൊക്കെ ആ ഒരു സ്നേഹത്തിലോടും വാത്സല്യത്തോടുമാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ചരിത്രത്തിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു കഥ കാണുന്നുണ്ട്. സ്വഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് ഈ കഥ പറയുന്നത്. ഉത്തിയൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സിയാബിൻ ഫിഹാ ഖമീസത്തുൻ സൗദാഉൻ സഗീറ. ഒരു ദിവസം തിരുദൂതർക്ക് ഒരാൾ ഒരു ഗിഫ്റ്റ് സമ്മാനിച്ചു. മനോഹരമായ ചിത്രപണികളുള്ള ഒരു ചെറിയ കറുത്ത വസ്ത്രം. ആരോ ഒരാൾ നബിക്ക് വലിയൊരു സമ്മാനമായി കൊടുത്തതാണ്. അതിൽ വലിയ ചിത്രപ്പണികളൊക്കെ ഉണ്ട്, നല്ല കാണാൻ നല്ല ചുറുക്കുള്ള ഒരു കറുത്ത വസ്ത്രമാണ്. നബി തങ്ങൾക്കത് വല്ലാത്ത ഇഷ്ടമായി. തൻ്റെ ചുറ്റും കൂടെ ഇരിക്കുന്ന അനുജരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറൗന അൻ നക്സുവ ഹാദിഹി, നാം ഇത് ആരെയാണ് അണിയിപ്പിക്കുക? ഇത് നല്ല രസമുണ്ട്, നമുക്ക് ആരെങ്കിലും ഇതൊന്ന് അണിയിപ്പിക്കണം. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയയായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആർക്കാണ് ഇത് കൊടുക്കുക? എല്ലാവരും കൊതിച്ചു നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പേര്, ഈ തൂനി ബി ഉമ്മി ഖാലിദ്, ഉമ്മു ഖാലിദിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ, ഉമ്മു ഖാലിദിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കൂ. ആരാണ് ഈ ഉമ്മു ഖാലിദ്? മദീനയിലേക്ക് ഈ അടുത്ത ദിവസം
എത്യോപ്യയിൽ നിന്നും വന്ന ഒരു പെൺകുടിയാണ് ഉമ്മു ഖാലിദ്. അവരുടെ യഥാർത്ഥ പേര് അമത്ത് എന്നാണ്. അവരുടെ യഥാർത്ഥ പേര് അമത്ത്. ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ് ഉമ്മു ഖാലിദ്. ആ കുട്ടിക്ക് വല്ലാത്ത ആഹ്ലാദമായി. നബിത്തങ്ങൾ പ്രത്യേകം അനുഗ്രഹിച്ചുകൊണ്ട് ആ വസ്ത്രം അവരെ അണിയിപ്പിച്ചിട്ട് ആ സന്തോഷം നബിത്തങ്ങളവിടെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. സന സന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവിടെ പറയുന്നത്. സന സന എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരു എത്യോപ്യയിലൊരു ഭാഷാ പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം ഹസന അഥവാ ബ്യൂട്ടിഫുൾ, എന്തൊരു മനോഹരം, നല്ലത്. ആ ഡ്രസ്സ് ഇങ്ങനെ അവരെ അണിയിപ്പിച്ചിട്ട് റസൂലുള്ളാഹി പറയാണ് നല്ല ഉഷാറായിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയും ചെയ്തു. അബ്ലി വ അഖ്ലിഖി സുമ്മ അബ്ലി വ അഖ്ലിഖി, അഥവാ നിങ്ങൾ നീണാൾ വായട്ടെ, ദീർഘകാലം നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ വസ്ത്രം അവരെ അണിയിപ്പിക്കുന്നത്. മഹാന്മാർ പറയുന്നുണ്ട്, വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു അവർക്ക് കിട്ടിയത്. ആ പ്രാർത്ഥന കാരണം തന്നെ 90 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഉമ്മു ഖാലിദ് എന്നവർ മരണപ്പെട്ടത്. നോക്കൂ, ചെറിയ കുട്ടികളോട്, അവരോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൽബിൽ, അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കാൻ വേണ്ടി സമയം കണ്ടിരുന്നു എന്നർത്ഥം. മാതാപിതാക്കളോടുള്ള ബന്ധം മുറിച്ചിട്ട് പോകുന്ന മക്കൾ ചിലപ്പോഴെങ്കിലും പറയുന്നത് വീട്ടിൽ സ്നേഹാന്തരീക്ഷമില്ല എന്നതാണ്, വീട്ടിൽ അടിപിടിയാണെന്നാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ സ്നേഹം അവർ തിരിച്ചറിയുന്നില്ല, അവർക്ക് മതിയാകുന്നില്ല. ഓരോ പ്രായത്തിലും അതിൻ്റേതായ നിലയിൽ അവരോട് പെരുമാറാൻ നാം പരിശീലിക്കണം. അവർക്ക് ഗുണകരമാകുന്ന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കണം. അവൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്ക് പോലും നോ പറഞ്ഞ് അവരെ തളർത്തി കളയരുത്. ഒരു ദിനം ഒരു കുട്ടിയോട് ക്ലാസ്സിൽ വന്ന അധ്യാപകൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു ഡോണ്ട് ജോൺ. ഡോണ്ട് ജോൺ. സത്യത്തിൽ അവൻ്റെ പേര് ജോൺ എന്നാണ്. അത്ഭുതത്തോടെ വീണ്ടും അധ്യാപകൻ ചോദിച്ചു, എന്താണ് നിന്റെ പേര്? അപ്പോഴും അവൻ പറയുന്നത് ഡോണ്ട് ജോൺ എന്നാണ്. എന്താണ് ഇതിൻ്റെ കാരണം? അന്വേഷിച്ചപ്പോൾ അവൻ മനസ്സിലായത് എപ്പോഴും അവൻ്റെ അമ്മ വീട്ടിൽ അവനോട് പറയുന്ന വാക്ക് ഡോണ്ട് ജോൺ, ഡോണ്ട് ജോൺ, അരുത് മോനെ, അരുത് ജോൺ, അത് വേണ്ട ജോൺ, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഡോണ്ട് ജോൺ, ഡോണ്ട് ജോൺ എന്നാണ്. അപ്പോൾ അവൻ മനസ്സിലാക്കിയത് അവൻ്റെ പേര് ഡോണ്ട് ജോൺ എന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്ക് പോലും എല്ലാത്തിനും നോ പറഞ്ഞ് എന്നാൽ എല്ലാത്തിനോടും യെസ് പറഞ്ഞ് അവരെ വഷളാക്കുകയും ചെയ്യരുത്. ആവശ്യങ്ങൾ, അവർക്ക് ഗുണകരമാകുന്ന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ആ മക്കളുടെ ഹൃദയത്തിൽ സന്തോഷം നിറക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് രക്ഷിതാവ് എന്ന രീതിയിലും നമുക്ക് മാതൃക. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.